നമ്മുടെ മാർഷല് മൂവി വേൾഡിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഷഹാനക്ക് വേണ്ടി തന്നെ. തോറ്റു കൊടുത്താ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. വേഗം വെള്ളം വേണോ? വെള്ളം തന്നില്ല എന്നൊരു ചീത്തപ്പേര് എനിക്ക് വരരുത് കേട്ടോ എന്ന് വെച്ച് ചോദിച്ചിരുന്നു. മാർഷല് അയ്യോ നീ 3 എണ്ണായിട്ടോ. അല്ല 2 എണ്ണം, 3 എണ്ണം ഉള്ളു ഇനി. ആ വേഗം. മാർഷൽ എന്തോ കരുതിക്കൂട്ടിയാണ്. മാർഷൽ ഇനി പഴം കഴിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള? ഇല്ല. ഈ പ്ലേറ്റിലോട്ട് കണ്ണു പോണ്ട. വേഗം. ആരും കൊതി ഇടരുത് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ 2 മാറ്റി വെച്ചിട്ടുണ്ട് കഴിക്കാൻ. അത് നമ്മള് പകുതി ആയിട്ട് വെച്ച് കഴിക്കണം. അതാ. അയ്യോ സ്റ്റിക്കർ. നിങ്ങക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ടെങ്കിൽ പറ. സംസാരിക്കാൻ പാടില്ല. അല്ല അത് കുഴപ്പമില്ല. എന്തെങ്കിലും വീട് എവിടെയാന്നോ നാട് എവിടെയാന്നോ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. പരിചയപ്പെട്ടു വെച്ചോ അല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാർഷല്ലേ? വെള്ളം കൊടുക്കാൻ പറ്റില്ല. പാവച്ചിരി വെള്ളം കൊടുത്തേക്കാം അവന്. വെള്ളം തോറ്റു കൊടുക്കരുത്. ഉമ്മിനീരെടുക്ക്. ഉമ്മിനീര് വിഴുങ്ങി വേഗം കഴിച്ചോ. വേഗം തീരും. 2 എണ്ണല്ലേ ഉള്ളൂ. 2 എണ്ണം. ആ 3. അതല്ല ഞാൻ 2 എണ്ണേ ഉള്ളൂ എന്നാ പറഞ്ഞ. ഇല്ലടാ ഞാൻ 2 എണ്ണേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഞങ്ങളുടെ മാർഷലിന്റെ ആ ഒരു പവർ കണ്ടിട്ട്? മാർഷലിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ സമ്മതിച്ചെന്നേ പറ്റുള്ളൂ. കാരണം ഇന്ന് ഇവിടെ കേക്ക് കട്ട് ചെയ്തപ്പോ പോലും മാർഷൽ ഒരു തരി പോലും കഴിച്ചില്ല. ആ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു തരി പോലും. ഞാൻ വന്നപ്പോ കുറെ വെള്ളം കുടിച്ചിപ്പോ ഇറങ്ങി താഴേന്ന്. അപ്പൊ ഇനി പഴോ? ഇതിന്റെ ഇടക്ക് പഴം തന്നാലോ? വേണ്ടല്ലേ? അത് നല്ല പച്ച പഴം നോക്കി വരിച്ചിക്കണം. അത്ര എന്തായാലും വേണ്ടി ഒരു 5 പപ്സ് അകത്താക്കുന്നുണ്ട്. എടാ ഒരു കാര്യം കൂടി ഉണ്ട്. വൃത്തിയോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കണ്ടോ? അതും ഇതിനകത്ത് പെടുവോ? ജഡ്ജസ് പെടും. ഇല്ല ആ സമാധാനായിട്ട് കഴിക്കണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര നീ കുറച്ചെടുത്തേ. മാർഷലിന് ഇനി 1 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. മാർഷലിന് 4 എണ്ണം. ഇപ്പൊ കഴിക്കാൻ പോവല്ലേ? തീർത്തിയാ? വെള്ളം എടുക്ക്. ഭയങ്കര എരിവുണ്ട് പപ്സിന്. ആണല്ലേ? ഇത്രയും കഴിച്ചോണ്ടായിരിക്കും നീ
അങ്ങനെയൊക്കെ ഉണ്ടോ? സാധാരണ മുട്ട പപ്സ് കഴിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? മുരിഞ്ഞതാണോ ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ പിന്നെ ചൂടുണ്ടോ ശ്രദ്ധിക്കാറുണ്ട്, ചൂടുള്ളത്, പിന്നെ പഴകിയതാണോ ശ്രദ്ധിക്കാറുണ്ട്, മുട്ടയുണ്ടോന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആ മുട്ടയുണ്ടോ ശ്രദ്ധിക്കാം, മുട്ടയിലാണ് പഴകിയാണെന്ന് ശ്രദ്ധിക്കുന്നത്. കേട്ട് പഠിച്ചോ. ഇത് ജയിക്കുന്ന ആൾക്ക് നമ്മള് തീറ്റ സ്റ്റാർ എന്നുള്ളൊരു പട്ടം കൊടുക്കുന്നുണ്ട്. മാർഷലിന് വെള്ളം കുടിക്കണോ? എടുത്തോ, വെള്ളം തരാം. വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചോ. മാർഷല് വെള്ളം കുടിച്ചാ തോറ്റിട്ടാ. തോറ്റോ? ഉറപ്പല്ലേ? ഷഹാനതയെ പൊടി വരെ കഴിച്ച് കണ്ട. അപ്പൊ വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചോട്ടെ. അപ്പോ ഈ ഒരു പപ്സ് തീറ്റ മത്സരത്തിൽ ഷഹാന അതിഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. ഇനി ഒരു പഴന്തീറ്റ മത്സരം കൂടി ഉണ്ട്. ഇത്തിരി ഗ്യാപ്പ് എടുത്തിട്ട് പോരെ? ഓക്കെ അല്ലേ? ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഴം. അങ്ങനെ നമ്മുടെ പപ്സ് തീറ്റ മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഷഹാന അതിഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. കാരണം മാർഷല് വെള്ളം ചോദിച്ചു. അതുകൊണ്ട് മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ മൂവി വേൾഡിന്റെ ടീമിൽ നിന്ന് മാർഷൽ തന്നെ ജയിക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പഴന്തീറ്റ മത്സരം കൂടെ വെച്ചിട്ടുണ്ട്. അതിലെന്തായാലും നമ്മൾ ജയിക്കണം. മനസ്സിലാവുണ്ടോ? ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നമ്മൾ തോപ്പിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നില്ലേ? അതെ അതെ. വിചാരിച്ചിരുന്നോ ജയിക്കും? ഫുഡ് കഴിച്ചിട്ട് ഇത്രയും കഴിച്ചല്ലോ. എങ്ങനെ മാർഷലിന് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ലാസ്റ്റ് കണ്ണൊക്കെ പറഞ്ഞ് കരയാണ്. കണ്ണൊക്കെ പറഞ്ഞ് അത് വെള്ളം ചോദിച്ചപ്പോ ഞങ്ങളെ ഇച്ചിരി നിറഞ്ഞായിരുന്നു അല്ലേ? കുഴപ്പമില്ല. നമുക്ക് പഴന്തീറ്റ മത്സരം ഉണ്ട്, വിഷമിക്കണ്ട. ഓക്കെ, എടാ ഇതിന്റെ ഇടയിൽ കൊളാക്കല്ലേ നീ, വർത്താനം പറയല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു മത്സരം കൂടി ഉണ്ട്. അതിന് വേണം ജയിക്കാനായിട്ട്. ഈ എങ്ങനെയാ ഷാന ഈ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആദ്യമേ ചെയ്ത് തുടങ്ങാന്ന് തീരുമാനിച്ചത് എങ്ങനെ? അതായത് എപ്പോ മുതലാ ഇതിനൊരു സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചത്? ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കിലൊക്കെ ഇങ്ങനെ വിഷമൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അവർക്ക് കൊതി വരും കഴിക്കാൻ വേണ്ടിട്ട്. അത് രാത്രി നമ്മൾ ഓർഡർ ഒക്കെ ചെയ്ത് കഴിച്ച് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞെടി നീ ഇങ്ങനെ തുടങ്ങ്, നിനക്ക് നല്ലോണം പറയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, നിനക്ക് പറഞ്ഞ കൊതിയാവുന്നുണ്ട്, നീ കഴിച്ച് വെക്കുന്നതൊക്കെ നൈസാണ്, അപ്പൊ നീ ചെയ്യാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. ഈ വോയിസ് ഓവർ ഒക്കെ എങ്ങനെയാ ചെയ്യാ? അതായത് പ്ലാൻഡ് ആയിട്ടാണോ അതോ എന്താ പറയാ അപ്പൊ തോന്നിയതുപോലെ സംസാരിക്കാണോ ചെയ്യാ? അപ്പൊ തോന്നിയത് സംസാരിക്കാം. പ്ലാൻ ഒന്നും ഇല്ല. എഡിറ്റ് ചെയ്ത് സെറ്റ് മീൻ ആ വീഡിയോസ് ഒന്ന് ഡ്രിം ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ എങ്ങനെ 10-15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും കഴിക്കുന്ന വീഡിയോസ് എല്ലാം കൂടെ. അതെല്ലാം ഡ്രിം ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ ആക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ അത് കഴിച്ച് ഇത് കഴിച്ചെന്ന് പറയുന്നത് അങ്ങനെയുള്ളു. രാവിലെ മുതൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ടോ? വീഡിയോസ് എടുക്കുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? പിറ്റേ ദിവസം കഴിക്കണം അങ്ങനെയൊക്കെ? അതോ നോർമലി എന്താണോ ചെയ്യുന്നത് അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെക്കും, അത്രേ ഉള്ളൂ. നോർമലി ഡെയിലി ഫുഡ് കഴിക്കുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലായി ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്? മന്തിയൊക്കെ കഴിക്കുന്നത് നേരത്തേക്ക് ഡെയിലി കഴിക്കുന്നു. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമായിരുന്നു. മന്തി കഴിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അപ്പൊ മന്തിയൊക്കെ ഡെയിലി കഴിക്കുന്നത് സമയത്തും ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പഴും ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് നല്ല രീതിക്ക്. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ച് നല്ല രീതിക്ക് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്നില്ല നല്ല പറഞ്ഞത്, പക്ഷെ അതുപോലെ ഇപ്പൊ കഴിക്കാറില്ല. ഇപ്പൊ മന്തിയാണോ ബിരിയാണിയാണോ ഇഷ്ടം എന്ന് വെച്ചാ? മന്തി. ഇപ്പൊ അപ്പൊ ബിരിയാണി ലവേഴ്സിന് വിഷമാവില്ലേ? ബിരിയാണി ലവേഴ്സിന് വിഷമായിരിക്കും, പക്ഷെ എനിക്ക് മന്തിയാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാ മന്തി ഇത്ര ഇഷ്ടം? എവിടത്തെ മന്തി? ഈ കൊച്ചിയിലെ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് ഏതാന്ന് വെച്ചാ ഏത് പറയും? മന്തി ഞാൻ കൊച്ചി വന്നിട്ട് ഞാൻ ഫസ്റ്റ് മന്തി ഒക്കെ കഴിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അവിടെ സനയെന്ന് പറഞ്ഞ കടയുണ്ട്. അവിടുത്തെ മന്തി അടിപൊളിയാണ്. അവിടെ നിന്നാണ് ഞാൻ മന്തി കഴിച്ച് തുടങ്ങുന്നത്. പിന്നെ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് അതുപോലെ മന്തി അടിപൊളിയായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ കുബാബയിലെ എടപ്പള്ളി കുബാബയിലെ മന്തി എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. റൈസും അവിടുത്തെ ബീഫ് മന്തി ഉണ്ട്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മന്തി ലവർ ആണല്ലേ?